മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ CMRL കേസിൽ SFIO സമർപ്പിച്ച കുറ്റപത്രം സെഷൻസ് കോടതി സ്വീകരിച്ചു. SFIO റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ടായാണ് കോടതി പരിഗണിച്ചത്. അടുത്ത ഘട്ടമായി വീണ വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കോടതി സമൻസ് അയക്കും. സാക്ഷികളും രേഖകളും കുറ്റം ചുമത്തുന്നതിന് പര്യാപ്തമെന്ന കോടതി ഉത്തരവ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകും. അരുൺ പറയൂ. CMRL കേസിൽ SFI സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 പരിഗണിച്ചു. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് കോടതി ഈ കേസിൽ കുറ്റം ചുമത്താൻ പര്യാപ്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടെന്ന് പറയുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് നോട്ടീസ് അയക്കാനാണ് കോടതിയുടെ തീരുമാനം. ഈ റിപ്പോർട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ടാണ് SFIO സമർപ്പിച്ചത്. എന്നാൽ കംപ്ലൈന്റ് ആയി സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പോലീസ് റിപ്പോർട്ടായി തന്നെ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ റിപ്പോർട്ട് സ്വീകരിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു വകുപ്പ്, പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്ന ഒരു വകുപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. കമ്പനി കാര്യ നിയമത്തിലെ 628 വകുപ്പാണ് ഒഴിവാക്കിയിരിക്കുന്നത്. തെറ്റായ മൊഴികളൊക്കെ നൽകുന്നവർക്ക് ഉള്ള ശിക്ഷയാണിത്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കുറ്റപത്രം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിൽ പ്രതി ചേർത്തിട്ടുള്ള 13 പേർക്കും സമൻസ് അയക്കുക എന്നുള്ളതാണ്. ആ നടപടികളിലേക്കും കോടതി കടന്നിട്ടുണ്ട്. കോടതി ഈ SFIO റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ടായി പരിഗണിക്കുമ്പോൾ അത് എങ്ങനെയാണ്, അതിന്റെ ഒരു സാധുത എങ്ങനെയാണ്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ SFIOക്കെതിരെയാണ് സംസാരിച്ചത്. പക്ഷെ ഇവിടെ പോലീസ് റിപ്പോർട്ടായി പരിഗണിക്കപ്പെടുമ്പോൾ അതിൽ എങ്ങനെയാണ്, അതിന്റെ ഒരു നിയമസാധുതയൊക്കെ എങ്ങനെയാണ്? സാധാരണഗതിയിൽ SFIO അല്ലെങ്കിൽ കമ്പനികാര്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് കംപ്ലൈന്റുകൾ ആയിട്ടാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോടതി അതിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമോ എന്നുള്ള പരിശോധന ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഈ പ്രതികളെ ഈ കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ ഈ കംപ്ലൈന്റിൽ പറഞ്ഞിട്ടുള്ളവരെ പ്രതി ചേർക്കാനുള്ള സമയക്കുറവുണ്ട്. ഞാൻ ഇടപെടുകയാണ്. എന്തായാലും SFIO റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ടായി പരിഗണിക്കുന്നു.